Onam to each and every one of you. We are truly delighted to welcome you to this vibrant celebration of our culture, tradition, and unity. Today, we come together to honor Onam, a festival that signifies the joy of harvest, the spirit of togetherness, and the homecoming of our beloved King Mahabali. As we commemorate this cherished occasion, we invite you to immerse yourself in the splendor of Kerala's rich heritage and the warmth of our community. To set the tone for our evening, we are excited to present a special skit. This performance brings to life the legendary tale of King Mahabali's return from Padana to visit his people in Kerala. It is a multi-scene production that promises to captivate you with its storytelling and artistry, spanning 4 engaging themes that will unfold as the evening progresses. Please note, this is a work of fiction, and any resemblance to actual persons, living or dead, or real events is purely coincidental. We hope you enjoy this portrayal of our folklore and the spirit of Onam it encapsulates. Thank you for joining us on this festive evening. And now, without further ado, we present to you Akkere Ninnuron. സഹൃദയരെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നതാണ്. അതിനു മുന്നേ ഒരു മുന്നറിയിപ്പ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത്. പക്ഷേ ചികിത്സകർ അതെ, ഇതെന്താ സിനിമയോ? വേണ്ട വേണ്ട, ശ്വാസകോശം വേണ്ട, ബാക്കി കത്തിക്കും. മാന്യമഹാജനങ്ങളെ, ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു കെട്ടുകഥയാണ്. ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഡയലോഗുമെല്ലാം സിനിമയുമായി എന്തെങ്കിലും ബന്ധം തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രമല്ല, ആശയദാരിദ്ര്യം കൊണ്ട് കൂടിയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഇതാ ഞങ്ങൾ സാദരം നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു അക്കരയിൽ നിന്നൊരു ഓണം, ചാപ്റ്റർ 1, ദ റിട്ടേൺ ഓഫ് ദ മഹാബലി. എടോ സുഭാഷേ, മഹാബലി തമ്പുരാനെ കയറി വരൂ. വരണം മാവേലി, ശ്യാമസുന്ദര കേരളഭൂമിയിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങയുടെ ഈ വരവിൽ ഈ ഓണം ഇനിയും ആഘോഷകരമാണ്. വാമന, എന്തൊക്കെയുണ്ട് വിശേഷം? ഈ കൊല്ലം മഴയൊക്കെ പെയ്തോ? എൻ്റെ പൊന്നു മാവേലി, കുറച്ച് വർഷത്തേക്ക് മഴയൊന്നും പെയ്യാതിരുന്നത് ഇത്തവണയും കുറെ പാവങ്ങളുടെ ജീവിതം സാധനമാണ്. ഇപ്പോ മഴ എന്ന് കേട്ടാൽ ഒരു ആദ്യം എല്ലാവർക്കും ഓണം വരുന്നതുകൊണ്ട് കുറേയൊക്കെ സന്തോഷമൊക്കെ ഉണ്ട്. അയ്യോ, എൻ്റെ പ്രജകൾക്ക് കഷ്ടപ്പാടുണ്ടെങ്കിൽ മഴയുടെ കാര്യം പരിഗണിച്ച് നോക്കാം. അല്ല, ആൾക്കാർക്ക് വിഷമം മാറ്റാനല്ലേ എല്ലാ വർഷവും ഓണത്തിന് പുതിയ സിനിമയൊക്കെ ഇറങ്ങുന്നേ. അതുകൊണ്ടൊന്നും ഗുണമില്ലേ? ഏട്ടനും ഇക്കയും പിന്നെ മറ്റേ പുതിയ പിള്ളേരുണ്ടല്ലോ. ഈ എൻ്റെ മാവേലി, സിനിമയുടെ കാര്യമൊന്നും ഇപ്പൊ പറയാതിരുന്നത്. അതെന്തേ? അതൊക്കെ കുറെ ഉണ്ട്. നമുക്ക് ആദ്യം അങ്ങയുടെ പ്രജകളൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. എന്നാൽ ആവട്ടെ. ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. കൂട്ടിയിരിക്കുകയാണ്. ഇത് കഴിഞ്ഞ വർഷം പൂട്ടിയിരിക്കുകയായിരുന്നു. ശരിയാണല്ലോ. എന്നാ അപ്പുറത്തെ വീട്ടിൽ പോയി നോക്കാം. ഈ വീട്ടിൽ കഴിഞ്ഞ വർഷം ഒരു വയസ്സായ അമ്മൂമ്മയല്ലേ ഉണ്ടായിരുന്നത്? ഓ, അവരിപ്പോ ഇല്ല. ഇല്ലേ? അയ്യോ, എപ്പോഴാണ്? അയ്യോ, അതൊന്നുമല്ല. അവരുടെ മക്കളുടെ കൂടെ വിദേശത്ത് എവിടെയോ ആണ്. എന്നാ അടുത്ത വീട്ടിൽ പോവാം. क्या चाहिए?
ചായയോ? ഇപ്പൊ ഓണത്തിന് സദ്യ ഒന്നും പതിവില്ല. നോം മഹാബലി തമ്പുരാണ്. ഓ, ബാഹുബലി തമ്പുരാൻ. हमको साहब बोला था आप आएगा करके. സേട്ടൻ പറഞ്ഞു ബാഹുബലി വരുമെന്ന്. എല്ലാവരും ബാഹർ ഗയ. അമേരിക്ക പോയി. നെക്സ്റ്റ് ഇയർ വന്നോളൂ നിങ്ങളും ചേട്ടൻ. കള്ളവുമില്ല ചതിയുമില്ലാത്ത ഒരു നാടുണ്ടാക്കാൻ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ഈ നാട് വിട്ട് പോവുകയാണോ? ഈ അമേരിക്ക എവിടെയാണ്? അടുത്തെങ്ങാനും ആണെങ്കിൽ ഒന്ന് പോയി കണ്ടുവന്നാലോ? കേരളത്തിൽ നല്ല സ്ഥലം ആണോ ഇത്? അല്ല, എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വേണം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അത് വേണോ മാവേലി? വേണം. നമ്മുടെ പ്രജകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. പിന്നെ വിശന്നിട്ട് വയ്യ. ഓണസദ്യ കിട്ടാതെ തിരിച്ചു പോകാൻ ഞാനില്ല. പാതാളത്തിൽ ഇന്ന് ഇഡലിയാണ്. അയ്യോ, എന്നാ നാം ഇപ്പൊ തന്നെ പോയി അന്വേഷിക്കാം. ഒരു മാവേലി. പൊറോട്ട എടുക്കട്ടെ ബാഹുബലി ചേട്ടാ? ഒന്നും വേണ്ട. അവിടെ അക്കരയിൽ നിന്നൊരു ഓണം. ചാപ്റ്റർ 2 വിസ ഇന്റർവ്യൂ. നമ്മളിത് എവിടെയാവാമന? ഇത് ഏത് രാജ്യത്തിന്റെ പതാകയാണ്? എക്സ്ക്യൂസ് മീ ഓൾഡ്. ഇവിടെ നിങ്ങൾ ഇങ്ങനെ കിടന്ന് സ്മോൾ ടോക്ക് ചെയ്താൽ പണിവാളും. പിന്നെ സീൻ കോൺട്രാക്റ്റാ. അതെന്താ ഉണ്ണി, ഞങ്ങൾക്ക് ഇതൊക്കെ നടാറില്ല. അതേടിയോ? ഓക്കെ, വാട്ട് എവർ. മച്ചാമാരെ എന്നെ നോക്കി അതുപോലെ ചെയ്താൽ അയ്യോ മാവേലി, നമുക്ക് ഒന്ന് സൂക്ഷിപ്പിക്കാം. എങ്ങനെയെങ്കിലും അമേരിക്ക വരെ എത്താനുള്ള രസീത് പറയാം. നമുക്കിനി നമ്മുടെ പ്രജകളെ കാണാൻ പറ്റാതിരിക്കുമോ? എല്ലാം നടക്കുന്നില്ല. വിശ്വാസം അതല്ലേ എല്ലാം. Get out! Next. അതാ വിളിക്കുന്നു. What is the purpose of your visit, sir? How long you will be in the USA? എന്തിനാ പോകുന്ന ചോദിക്കുമേ? ആ ഹിന്ദിക്കാരൻ പറഞ്ഞ പോലെ നോം നമ്മുടെ പ്രജകളെ കാണാൻ 10 ദിവസത്തേക്ക് പോവാണെന്ന് പറഞ്ഞു കൊടുക്കും. അത് പിന്നെ അയ്യോ, ഹിന്ദിക്കാരൻ എങ്ങനെയാ പറയുന്നത്? Iowa? You're going to Iowa? അതായത് days 10 C. Oh, Tennessee. അതെ അതെ അതെ. പിന്നെ നല്ലൊരു ഊണും കഴിക്കണം എന്ന് പറഞ്ഞു കൊടുക്കും. വാമന വിശക്കുന്നു. പിന്നെ അതായത് ഇറ്റ് ഈസ് സദ്യ. എങ്ങനെയാണ് സദ്യ? Tennessee. Very sad. അവിടെ നല്ല സദ്യ കിട്ടുമെന്നാണ് അതാണ് പറയുന്നത്. Alright, I don't usually do this, but you chance seem nice. Make sure you don't wander around too long and don't overstay your visas, yeah? Yeah. എന്തൊക്കെയായി നടന്ന വാമന? പ്രജകളെ കാണാൻ ഇത്രയൊക്കെ വിഷമമായോ? കാലം മാറി, കോലം മാറിയില്ല. പണ്ടത്തെ അത്തപ്പൂക്കളവും വീട്ടുകാരത്തുള്ള കളികളും ചിരികളും അതൊക്കെ കാണാൻ കിട്ടിയാൽ മതിയായിരുന്നു ഈ അന്യരാജ്യം, അല്ലേ വാമന? അതെ തമ്പ്ര. പിന്നെ ഒരു മെയിൻ ഐറ്റം അങ്ങ് മറന്നു, തിരുവാതിര കളി. അത് മറക്കാൻ പറ്റുന്ന മലയാളി ഉണ്ടോ വാമന? എന്നാൽ നമുക്ക് ഈ അമേരിക്കൻ സ്വപ്ന രാജ്യത്തേക്കൊന്ന് എഴുന്നള്ളാം. ആവട്ടെ തിരുമേനി. എന്നൊരു ഓണം. ചാപ്റ്റർ 3 The day Mahabali arrives in Knoxville.
is closing doors in 100 minutes. Ticketing for passengers must be on board at this time at 18:49. Attention on the ground first. United Flight 1013 to Calgary is at 20:44. ഓ, ഈ ശകടത്തിലിരുന്ന് നടുവൊടി ഭക്ഷണം ഒരു ജാതി വായു കഷ്ടപ്പാട്. പാതാളം കണ്ടിട്ടില്ലല്ലോ. ഇതിൽ കഷ്ടമാണ്. ചവിട്ടി താക്കും ബാധകമായിരുന്നു. ഇതെന്ത് വസ്ത്രമാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് മാമൻ? വല്ലാത്ത അസ്വസ്ഥത. ആ കിരീടെങ്കിലും പഴയത് മതിയായിരുന്നു. അത് പിന്നെ അങ്ങല്ലേ പറഞ്ഞത്, കാലം മാറുന്നതനുസരിച്ച് കോലം മാറേണ്ടതായിട്ടുണ്ടെന്ന്. അതൊക്കെ പോട്ടെ, അടുത്ത പരിപാടികൾ എന്താണ്? ഈ അന്യനാട്ടിൽ നമ്മുടെ പ്രജകളെ എങ്ങനെ നാം കണ്ടുപിടിക്കുന്നു? അതിനാണോ പ്രയാസം? കാലാകാലങ്ങളായി മലയാളികളെ എയർപോർട്ടിൽ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമ്മുടെ സോമൻ ചേട്ടൻ പറയാനോ? ആ എന്താ മാമനാസം? ഇപ്പൊ ശരിയാക്കി തരാം. സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ടോ? സാധനം കയ്യിലുണ്ട്. നാട്ടിലെവിടുന്ന? നിങ്ങളെ എവിടെയോ കണ്ടിട്ടില്ല. ഞാൻ ഇന്ദ്രസേനൻ. ഇഷ്ടമുള്ളവർ എന്നെ മാവേലി തമ്പുരാനും ഇഷ്ടമാണെല്ലാം. ഞാൻ വാമനൻ. അറിയാം. മുമ്പേ സംവിധായിച്ചയാളല്ലേ? പറ്റിയ കമ്പനി. സ്വാഗതം. വെൽക്കം ടു നോർത്ത്. നൈസ് ടു മീറ്റ് യു. എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത്? അതൊരു നീണ്ട കഥയാണ്. സദ്യ കഴിക്കണമെന്ന മോഹവുമായി എത്തിപ്പെട്ടു ഒരു ഹിന്ദി ചേട്ടൻ തന്നെ. ആഗ്രഹം അറിയിച്ചപ്പോൾ ഒരു പൊറോട്ട ചുരുട്ടി തന്നിട്ട് അങ്ങ് അമേരിക്കയിൽ പോയി അന്വേഷിക്കണം. ചോദ്യോത്തരം മുഴുവിക്ക് മുമ്പ് തന്നെ മദാം അനുഗ്രഹിക്കും കയ്യിൽ രസീത് വെച്ച് തന്നിട്ട് പറഞ്ഞു ടെനസിക്ക് വച്ച് പിടിച്ചു. ഒടുവിൽ പ്രജകളെ തേടിയുള്ള ഈ യാത്ര ഇവിടെ എത്തിച്ചു. അടിപൊളി. ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ ഓണം ആഘോഷിക്കാറുണ്ട്. അന്ന് നമ്മുടെ ഓണത്തിൽ ഇക്കൊല്ലം വരും. എന്നാൽ ശരി, ഞാൻ അക്കരെ നിന്നൊരു ഓണം. ചാപ്റ്റർ 4 നോക്സൽ ഓണം സെലിബ്രേഷൻ. നല്ല പരിപാടികൾ. ഈ ഒത്തൊരുമയും സ്നേഹവും നൃത്യാദികളും കാണുമ്പോൾ ഇത് കേരള നാടല്ലെന്ന് ആരും പറയുക. നമുക്കെന്താ ഇവിടെ വരെ വരാനുള്ള ബുദ്ധി നേരത്തെ തോന്നാറുള്ളത് അല്ലേ മാമൻ? തീർച്ചയായും എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ എന്നല്ലേ ഇവിടെ ഇഷ്ടപ്പെട്ട്. എന്നാൽ നമുക്ക് ഇവിടെ കൂടിയായതിലോ വിഷയം. ഞാനും അത് അങ്ങോട്ട് പറയാനിരിക്കുകയാണ്. നമ്മൾ ഈ അമേരിക്കൻ സ്വപ്നരാജ്യത്ത് സ്ഥിരമാകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെയോ? ഒന്നും തോന്നരുത് മാവേലി തമ്പുരാനെ. ഇവിടെ സ്ഥിരമാക്കാൻ ഒരുപാട് കടമകൾ നടക്കാനുണ്ട്. അമേരിക്കയിൽ വിസ തരുന്ന ഒരു ജോലി കണ്ടുപിടിക്കണം. ഇനി കണ്ടുപിടിച്ചാലോ ഇന്നത്തെ കേരളം എന്ന് പറയുന്ന പോലെ ഒരു ഒടുക്കത്തെ ലോട്ടറി മാർക്ക് ജയിക്കണം. അവസാനം വിസ കിട്ടിയാൽ നാട്ടിൽ നിന്ന് കുറ്റി പിടിച്ച് ഇവിടെ എത്തിയാലോ. ഇവിടെ സ്ഥിരമാക്കണമെങ്കിൽ കയ്യിലുള്ള പൈസ മുഴുവൻ ഒരു വക്കീലിന് കൊടുത്ത് ഗ്രീൻ കാർഡ് ഫയൽ ചെയ്യണം. അങ്ങനെ കിടപ്പാടം പണയം വെച്ച് ഈ പച്ച ഷീറ്റ് ഫയൽ ചെയ്താലോ മൂക്കിൽ പല്ല് മുളയ്ക്കുന്നത് വരെ കാത്തിരിക്കണം. ഈ സമയം മൊത്തം
കിട്ടിയവൻ്റെയും കിട്ടാത്തവൻ്റെയും ഒരു ചോദ്യങ്ങൾ, ഉപദേശങ്ങൾ, പുച്ഛം ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചും ജീവിക്കണം. ഒരുമാതിരി കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ് ഈ സ്വപ്ന രാജ്യത്തെ ജീവിതം. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. ഇവനെയാണ് ചവിട്ടിത്താത്തിയാല. എന്റെ അമ്മേ, ഇതിലും ഭേദം പാതാളം തന്നെയാണ്. വരൂ വാമന, എന്നാ ഒരു സദ്യ കഴിച്ചു മടങ്ങാം. നിങ്ങളും പോയി സദ്യ കഴിച്ചോളൂ. അപ്പോ അടുത്ത വർഷം വരെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം.